ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാട്രിക്സ്. ഫയർമാൻ്റെ ഫസ്റ്റ് എയ്ഡിൻ്റെ ക്ലാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് പാർട്ട് 5 ആണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A victim of a car accident has just vomited and now appears to be coughing up blood. He is breathing very quickly and his pulse is weak and fast. What is most likely wrong? ഒരു വിക്ടിം കാർ ആക്സിഡൻ്റ് ആയി വോമിറ്റ് ചെയ്തു, ഛർദ്ദിച്ചു, അതേപോലെ തന്നെ ചുമയ്ക്കാനായിട്ട് തുടങ്ങി, ബ്ലഡാണ് ചുമച്ച് തുപ്പുന്നത്, വളരെ ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പൾസ് ആണെങ്കിൽ വളരെ വീക്കാണ്. ഈ പറഞ്ഞതിൽ ഏതായിരിക്കും റോങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹി ഹാസ് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട് എന്നുള്ളതാണ് അതിൽ തെറ്റായിട്ട് വരുന്നത്. ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഹീസ് ഹാവിങ് എ സീഷർ, he is having a heart attack, he is having a diabetic emergency. രണ്ടാമത്തെ ചോദ്യം നോക്കാം. You are caring for a victim with a burned hand. Put the hand in cool water if dash. നിങ്ങൾ കൈ പൊള്ളി ഒരാളെയാണ് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ കൈ എപ്പോഴാണ് കൂളായിട്ടുള്ള വാട്ടറിലിട്ട് വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ദ ബേൺസ് ആർ വെരി ഡീപ്പ്. ബേൺസ് വളരെ അധികം ഉള്ളിൽ ആഴത്തിലുള്ളതാണെങ്കിൽ. ഓപ്ഷൻ ബി, ദർ ആർ ബേൺസ് വിത്ത് ഓപ്പൺ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളിയാൽ ഉണ്ടാവുന്ന കുമിളയാണ്. ഓപ്ഷൻ സി, ദ ബേൺസ് ആർ മൈനർ വിത്ത് നോ ഓപ്പൺ ബ്ലിസ്റ്റേഴ്സ്. വളരെ ചെറിയൊരു പൊള്ളലാണ്, ഓപ്പൺ ആയിട്ട് ബ്ലിസ്റ്റേഴ്സ് ഒന്നുമില്ല. ഓപ്ഷൻ ഡി പറയുന്നത് യു ഷുഡ് പുട്ട് ദ ഹാൻഡ് ഇൻ കോൾഡ് വാട്ടർ ഫോർ ഓൾ ദി എബോവ്. ഈ പറഞ്ഞ 3 കണ്ടീഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൾഡ് വാട്ടറിൽ ഇട്ട് വെക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ആൻസർ. യു ഷുഡ് പുട്ട് ദ ഹാൻഡ് ഇൻ കോൾഡ് വാട്ടർ ഫോർ ഓൾ ദി എബോവ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇൻ ജനറൽ എ സ്പ്ലിൻറ്റ് ഷുഡ് ബി ഡേഷ്. ജനറലായിട്ട് സ്പ്ലിൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലായിരിക്കണം എന്ന് ചോദിച്ചിട്ട്, സ്പ്ലിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എല്ല് മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു തടിക്കഷ്ണം വെച്ച് ചേർത്ത് വെച്ച് കെട്ടിവെക്കും, അത് എല്ല് മുറിഞ്ഞത് ശരിയാവാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത്. അത് ഏത് രീതിയിലായിരിക്കണം കെട്ടിവെക്കണം എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്നത്. സ്നഗ് ബട്ട് നോട്ട് സോ ടൈറ്റ് ദാറ്റ് ഇറ്റ് സ്ലോസ് സർക്കുലേഷൻ. സ്നഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് കെട്ടിവെക്കണം, പക്ഷേ സർക്കുലേഷൻ സ്ലോ ചെയ്യുന്ന രീതിയിൽ ടൈറ്റായിട്ട് കെട്ടിവെക്കാനായിട്ട് പാടില്ല. നാലാമത്തെ ചോദ്യം നോക്കാം. യു സസ്പെക്ട് ദാറ്റ് എ പേഴ്സൺ ഹാസ് ബീൻ പോയ്സൺഡ്. ഷീ ഈസ് കോൺഷ്യസ്. യുവർ ഫസ്റ്റ് കാൾ ഷുഡ് ബി ടു ഡേഷ്. ഒരു പേഴ്സൺ പോയ്സൺ ആയിട്ടിരിക്കുകയാണ്, വിഷമേറ്റിട്ടുണ്ട്, ബോധമുണ്ട്, കോൺഷ്യസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടേക്കാണ് ആദ്യം കോൾ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. ദ പോയ്സൺ കൺട്രോൾ സെൻറ്റർ ഓർ യുവർ ലോക്കൽ എമർജൻസി ഫോൺ നമ്പർ. പോയ്സൺ കൺട്രോൾ സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ ലോക്കൽ എമർജൻസി ഫോൺ നമ്പറിലേക്കോ ആണ് ആദ്യം കോൾ ചെയ്യേണ്ടത്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വുഡ് യു ഡു വെൻ കെയറിങ് ഫോർ എ സീഷർ വിക്ടിം. സീഷർ വിക്ടിമിനെ കെയർ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നാണ്. സീഷർ വിക്ടിം എന്ന് പറയുമ്പോൾ ബ്രെയിനിലുണ്ടാവുന്ന അൺകൺട്രോൾഡ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത്, അതായത് ചുഴലി അല്ലെങ്കിൽ ഒരു കോച്ചിപ്പിടുത്തം, പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കോച്ചിപ്പിടുത്തം, അതിനൊക്കെയാണ് നമ്മൾ സീഷർ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന ഒരു വിക്ടിമിനെ എങ്ങനെ കെയർ ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. റിമൂവ് നിയർ ബൈ ഒബ്ജക്ട്സ് ദാറ്റ് മൈറ്റ് കോസ് ഇഞ്ചുറി. തൊട്ടടുത്തിരിക്കുന്ന ഇഞ്ചുറി ഉണ്ടാവാൻ കാരണമാക്കുന്ന ഏത് ഒബ്ജക്ട്സ് ആണോ ഉള്ളത് അതൊക്കെ അവിടുന്ന് റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത്. ആറാമത്തെ ചോദ്യം നോക്കാം. സ്പ്ലിൻറ്റ് ആൻഡ് ഇഞ്ചുറി ടു എ മസിൽ, ബോൺ ഓർ ജോയിൻറ്റ് ഓൺലി വെൻ ഡേഷ്. ഒരു മസിലിനോ ബോണിനോ ജോയിൻറ്റിനോ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ സ്പ്ലിൻറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പ്ലിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് തടിക്കഷ്ണം വെച്ചിട്ട് കെട്ടുന്നതിനെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, യു ഹാവ് ടു മൂവ് ഓർ ട്രാൻസ്പോർട്ട് ദ വിക്ടിം. വിക്ടിമിനെ നിങ്ങൾക്ക് എവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യുകയോ മൂവ് ചെയ്യുകയോ വേണമെങ്കിൽ. ഓപ്ഷൻ ബി, യു ക്യാൻ ഡു സോ വിതൗട്ട് ഹർട്ടിങ് ദ വിക്ടിം. വിക്ടിമിനെ ഹർട്ട് ചെയ്യാതെ, അതായത് വേദനിപ്പിക്കാതെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഓപ്ഷൻ സി, യു ഹാവ് സ്പ്ലിൻറ്റിങ് മെറ്റീരിയൽസ് അവൈലബിൾ. നിങ്ങൾക്ക് സ്പ്ലിൻറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി. ഇതിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി. അതായത് യു ഹാവ് ടു മൂവ് ഓർ ട്രാൻസ്പോർട്ട് ദ വിക്ടിം ആൻഡ് യു ക്യാൻ ഡു സോ വിതൗട്ട് ഹർട്ടിങ് ദ വിക്ടിം. ഏഴാമത്തെ ചോദ്യം നോക്കാം. For which of the following burn victims should you immediately call your local emergency phone number? താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏത് വിക്ടിമിനാണെങ്കിലാണ് നിങ്ങൾ വിക്ടിമിന് ബേൺ ആവുമ്പോഴാണ് നിങ്ങൾ ലോക്കൽ എമർജൻസി ഫോൺ നമ്പറിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കോൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ളത്.
ഇതിൽ പറയുന്നത് ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. A 68-year-old woman who has a blistered grease burn on her hands and arms. ആംസിലും ഹാൻഡ്സിലും ഒക്കെ ഒരു ബ്ലിസ്റ്റേർഡ് ഗ്രീസ് ബേൺ ഉണ്ട്. അത് 68-year-old വിമനാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് പറ്റിയാലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എമർജൻസി ഫോൺ നമ്പറിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കോൾ ചെയ്യേണ്ടത്. 8ാമത്തെ ചോദ്യം നോക്കാം. You find a person at the bottom of the stairs. He appears to have fallen and seems barely hurt. After sending someone for help, you would dash. ഒരു സ്റ്റെയേഴ്സിൻ്റെ താഴെയായിട്ട് ഒരാൾ കിടക്കുന്നതായിട്ട് കണ്ടു. അയാൾ അവിടുന്ന് വീണതാണ് സ്റ്റെയേഴ്സിൻ്റെ മുകളിൽ നിന്ന്, വല്ലാതെ വേദനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരാളെ വേഗം ഹെൽപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. attempt to keep the victim from മൂവ് ചെയ്യുന്നതിൽ നിന്ന് ആ വിക്ടിമിനെ നിങ്ങൾ ശ്രദ്ധയോടെ കീപ്പ് ചെയ്യാം. 9ാമത്തെ ചോദ്യം നോക്കാം. A victim has a large piece of glass sticking out of her leg. You should dash. ഒരു വിക്ടിമിൻ്റെ അവളുടെ കാലിൽ ഗ്ലാസ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്, ഗ്ലാസ് കൊണ്ടിട്ട്. ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഓപ്ഷൻ വരുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് ദ ഗ്ലാസ് ഇൻ ഹെർ ലെഗ് ആൻഡ് കൺട്രോൾ ദി ബ്ലീഡിങ്. ഗ്ലാസ് എടുത്ത് മാറ്റരുത്, അത് കാലിൽ തന്നെ വെക്കുക, ആ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ടൊക്കെ. ഓപ്ഷൻ ബി കോൾ യുവർ ലോക്കൽ എമർജൻസി ഫോൺ നമ്പർ. ലോക്കൽ എമർജൻസി ഫോൺ നമ്പറിലേക്ക് അപ്പോൾ തന്നെ വിളിക്കുക. 10ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഷുഡ് ബി യുവർ ഫസ്റ്റ് കൺസേൺ അറ്റ് ദ സീൻ വേർ എ പേഴ്സൺ ഹാസ് ബീൻ സീരിയസ്ലി ബേൺഡ്. നിങ്ങളുടെ ഫസ്റ്റ് കൺസേൺ എന്തായിരിക്കും എന്നാണ് നിങ്ങൾ കണ്ടത്. വളരെ സീരിയസ് ആയിട്ട് പൊള്ളിയിരിക്കുന്ന ഒരാളെയാണ് നിങ്ങൾ കണ്ടത്. ആ സമയത്ത് നിങ്ങൾ ഫസ്റ്റ് കൺസേൺ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് കൺസേൺ വരുന്നത് ഓപ്ഷൻ എ ആണ്, ചെക്കിംഗ് ദ സീൻ ഫോർ സേഫ്റ്റി. ഇന്നത്തെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.